സാധാരണ ഈ സർജിക്കൽ സ്ട്രൈക്കിന്റെ ഉസ്താദുമാർ BJPയും CPM ഒക്കെയാണ്. കോൺഗ്രസ് സാധാരണ അങ്ങനെ ഒരു ഇടം തേടി പോകുന്നത് അത്തരം ഒരു നടപടികൾ കാണിക്കുന്നില്ല. അപ്പോൾ അതിനൊരു കൗണ്ടർ സ്ട്രൈക്ക് ആയിട്ടാണ് ഇപ്പോൾ സന്ദീപിന്റെ എൻട്രി ഉണ്ടായിരിക്കുന്നത്. അത് ഏത് തരത്തിൽ ഗുണം ചെയ്യുമെന്ന് വിലയിരുത്തുന്നുണ്ടോ? കാരണം അതിനെ പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഇത്രയും നാൾ വലിയ തീവ്ര നിലപാട് സ്വീകരിച്ചിരുന്ന, അത് പുലർത്തിപ്പോന്നിരുന്ന ഒരാൾ വരുന്നു, മൈനോറിറ്റിക്കെതിരേക്ക് വലിയ രീതിയിലുള്ള വർഗീയമായുള്ള പരാമർശങ്ങൾ കടുത്ത ഭാഷയിൽ പറഞ്ഞിരുന്ന ഒരാൾ കോൺഗ്രസിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന്റെ നിലപാടിന് തുല്യം എന്ന രീതിയിലേക്ക് അത് വരികയാണ്. ആ ഒരു ബന്ധത്തെ ചൂണ്ടിക്കാണിച്ചതിന് മുഖ്യമന്ത്രി പാണക്കാട് തങ്ങളെ ഉൾപ്പെടെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ വരുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി. അല്ല, അതിനകത്ത് മൂന്ന് കാര്യം. ഒന്ന്, BJPയിൽ നിന്നൊരാൾ കോൺഗ്രസിലേക്ക് വരുമ്പോൾ എന്തിനാണ് CPM ഇത്രയും പ്രയാസപ്പെടുന്നത്? BJP വിഷമിച്ചോട്ടെ, BJP വിമർശിച്ചോട്ടെ, BJP എന്തും പറഞ്ഞോട്ടെ, കാരണം അവരിൽ നിന്നൊരാൾ വരികയാണല്ലോ. കോൺഗ്രസിൽ നിന്നൊരാൾ BJPയിലേക്ക് പോയാൽ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും CPM ആണ്. BJPയിൽ നിന്നൊരാൾ കോൺഗ്രസിലേക്ക് വന്നാൽ അതിലേറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നതും CPM ആണ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരെന്തിനെത്ര വറീഡാവും? ഇനി രണ്ട്, സന്ദീപ് വാര്യരെ പോലെ കടുത്ത ഭാഷ ഉപയോഗിച്ചിരുന്ന ഒരാൾ എന്ന് പറയുന്നു. അതേ സന്ദീപ് വാര്യരല്ലേ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് ഇവർ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് കൊടുത്തത്? അതേ സന്ദീപ് വാര്യരോടല്ലേ ഒരു വ്യക്തിവിരോധവും ഇല്ല, ആശയങ്ങളോട് മാത്രമാണ് വിയോജിപ്പെന്ന് ഇവർ പ്രസ്താവന നടത്തിയത്? അതേ സന്ദീപ് വാര്യരുടെ മുമ്പിലല്ലേ ഗേറ്റും വാതിലും തുറന്നിട്ടിട്ട് വാ മോനെ എന്ന് പറഞ്ഞിട്ട് ഇവരവിടെ കാത്തിരുന്നത്? അപ്പോഴൊന്നും ഈ പറയുന്ന സന്ദീപ് വാര്യരുടെ ചരിത്രം ചെകയാഞ്ഞ CPM ഇപ്പൊ കോൺഗ്രസിലേക്ക് വന്നപ്പോൾ ആ ചരിത്രം ചെകയുന്നു. അതിന്റെ അർത്ഥം എന്താ അറിയോ? സന്ദീപ് വാര്യരുടെ ചരിത്രത്തിനേ കുഴപ്പമുള്ളൂ, CPMന്റെ മുഖ്യമന്ത്രിയുടെ വർത്തമാന കാലത്തിനാണ് കുഴപ്പം. അതവർ പരിശോധിക്കാൻ മറക്കുന്നില്ല. അവർ വേറൊരാളുടെ കണ്ണിലെ കരടെടുക്കുമ്പോൾ അവരുടെ കണ്ണിലെ കോല് കാണുന്നില്ല. അവര് ഇത്രയും നിർണായകമായൊരു തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഒരു സമയത്ത് ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ സുരേന്ദ്രന്റെ പാസ് വാങ്ങിയിട്ട് ഗോളടിക്കാൻ ശ്രമിക്കുക മുഖ്യമന്ത്രി. തങ്ങളെ ആ പറഞ്ഞതിന് എന്തെങ്കിലും ന്യായീകരണം ഉണ്ടോ? ഞാൻ ചോദിക്കുന്നത്, സന്ദീപ് വാര്യരെ എന്നല്ല അവിടെ വെറുപ്പിന്റെ ഫാക്ടറി ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് കൃത്യമായി പറഞ്ഞിട്ട് അവിടെ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ കമ്മിറ്റ്മെന്റിന്റെ പേരിൽ പറഞ്ഞ വാചകങ്ങൾ തെറ്റായിപ്പോയി എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനെ വലിച്ചെറിഞ്ഞിട്ട് രാഹുൽ ഗാന്ധിയുടെ ഇൻക്ലൂസീവ് പൊളിറ്റിക്സിലേക്ക് വരുന്നു എന്നൊരാൾ നിലപാട് വളരെ, അവരുടെ ഭാഷ കടം കൊണ്ടാൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒരാൾ നിലപാട് പറഞ്ഞിട്ട് വരുമ്പോൾ എന്തിനാ തങ്ങളെ അദ്ദേഹം വേറെ സംഘടനകളുമായിട്ട് കൂട്ടിക്കെട്ടുന്നത്? അങ്ങനെയാണെങ്കിൽ സന്ദീപ് വാര്യരെ സ്വാഗതം ചെയ്ത AK ബാലനെ മുഖ്യമന്ത്രി എന്തിലേക്കാണ് കൂട്ടിക്കെട്ടുക? സന്ദീപ് വാര്യരെ സ്വാഗതം ചെയ്ത MP രാജേഷിനെ, മുഴുവൻ പോസ്റ്റിട്ട് ആഘോഷിച്ച സൈബർ സഖാക്കളെ, അവരെയൊക്കെ എന്തുമായിട്ടാണ് കൂട്ടിക്കെട്ടേണ്ടത്? സാധാരണ ലീഗിനെയൊക്കെ മുഖ്യമന്ത്രിയും പാർട്ടി നേതാക്കൾ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ തങ്ങൾമാരെ അങ്ങനെ പേരെടുത്ത് പറഞ്ഞൊരു വിമർശനം ഇതുവരെ കണ്ടിട്ടില്ല. എന്തായിരിക്കും മുഖ്യമന്ത്രി അതിന് പ്രേരിപ്പിച്ചൊരു ഘടകം? എന്തായിരിക്കും അത്? എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? അതൊരു ശരിക്കും സംഘ് പരിവാർ ലൈനിലാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. അതാ ഞാൻ പറഞ്ഞു, സുരേന്ദ്രന്റെ പാസ് വാങ്ങിയിട്ടാണ് മുഖ്യമന്ത്രി ഗോളടിക്കാൻ ശ്രമിച്ചത്. പക്ഷെ അത് സെൽഫ് ഗോളാണ് ആയത്.